മലയാള സിനിമയിലെ ചിരിയുടെയും ചിന്തയുടെയും തമ്പുരാൻ ശ്രീനിവാസൻ വിടവാങ്ങി. ദീർഘനാളായി ആരോഗ്യപ്രശ്നങ്ങളാൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം 2025 ഡിസംബർ 20-ന് എറണാകുളത്തെ തൃപ്പൂണിത്തുറയിൽ വച്ചാണ് അന്തരിച്ചത്. രാവിലെ ഡയാലിസിസിനായി പോകുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 69 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അഭിനേതാവ് എന്നതിലുപരി മികച്ച തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം തന്റേതായ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. സാധാരണക്കാരന്റെ ജീവിതപ്രശ്നങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ വെള്ളിത്തിരയിലെത്തിച്ച അദ്ദേഹം സന്ദേശം, നാടോടിക്കാറ്റ്, വടക്കുനോക്കിയന്ത്രം തുടങ്ങിയ അനശ്വരങ്ങളായ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. രാഷ്ട്രീയവും സാമൂഹികവുമായ പൊള്ളത്തരങ്ങളെ ഇത്രത്തോളം നിശിതമായി വിമർശിച്ച മറ്റൊരു കലാകാരൻ മലയാള സിനിമയിലുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എറണാകുളം ടൗൺഹാളിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ പ്രിയകലാകാരന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെയോടെ അദ്ദേഹത്തിന്റെ തറവാട്ടുവീട്ടിൽ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഭാര്യ വിമലയും മക്കളായ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും മരണസമയത്ത് അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. മലയാള സിനിമയ്ക്ക് വലിയൊരു ശൂന്യത ബാക്കിവെച്ചാണ് ആ പ്രതിഭ മടങ്ങുന്നത്.